ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബയോളജി ക്ലാസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോപ്ലാസ്റ്റ് പാത്വേയും സിംപ്ലാസ്റ്റ് പാത്വേയും ആണ്. അപ്പോൾ പ്ലാന്റ്സിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലേ. പ്ലാന്റ്സ് അതിന്റെ റൂട്ട്സ് വഴി വാട്ടറും അതുപോലെ തന്നെ മിനറൽ ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആഗിരണം ചെയ്യുന്ന വാട്ടറും അതുപോലെ തന്നെ മിനറൽ ന്യൂട്രിയൻസും ഒക്കെ അല്ലെ ലോങ് ഡിസ്റ്റൻസിൽ സ്റ്റെം വഴി അല്ലെ ലീവ്സിലേക്കും മറ്റുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ലീവ്സിൽ സിന്തസൈസ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽ അല്ലെ ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മറ്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. അത് റൂട്ടിലേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് അല്ലെ ഏത് വഴിയാണ്, അതിനുള്ള മെക്കാനിസം എന്താണ്, ഇതിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് അപ്പോപ്ലാസ്റ്റ് പാത്വേയും സിംപ്ലാസ്റ്റ് പാത്വേയും. ഇനി പ്ലാന്റ്സിലെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ നടക്കുന്നു? അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചതാണ് എന്താണ് ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് തുടങ്ങിയ പ്രോസസ്സുകളൊക്കെ. അപ്പോൾ ഈ ഡിഫ്യൂഷനും ഓസ്മോസിസും എന്താണ്, ഒരു തരത്തിലുള്ള ഡിഫ്യൂഷൻ തന്നെയാണ്. അത് സെൽ മെംബ്രെയിനിലൂടെയുള്ള ഡിഫ്യൂഷൻ ആണെന്ന് മാത്രം. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ വളരെ സാവകാശത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രം വളരെ ദൂരത്തേക്ക് സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചില ട്രീസിന്റെ ഒക്കെ ഉയരം എത്രയാണെന്ന് നമുക്കറിയാം, 100 മീറ്ററിലും അധികമാണ്. അപ്പൊ ഇത്രയും ഉയരത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് സാധ്യമാവില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു സെല്ലിന്റെ നീളം 50 മൈക്രോമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വാട്ടർ ഈ സെല്ല് കടന്നു പോകാൻ 50 മൈക്രോമീറ്റർ കടന്നു പോകാൻ 2.5 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ 2.5 സെക്കൻഡ് 50 മൈക്രോമീറ്റർ കടന്നു പോകാൻ എടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇത്തരത്തിലാണ് ഡിഫ്യൂഷന്റെ റേറ്റ് എങ്കിൽ, അല്ലെങ്കിൽ ഈ സ്പീഡിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ ഒരു 100 മീറ്റർ ഉയരമുള്ള ഒരു ട്രീയിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ വർഷങ്ങൾ വേണ്ടിവരും. അപ്പോൾ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി എടുത്താൽ മതി. ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മില്ലിമീറ്ററിന്റെ 1000ൽ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ വേഗതയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിനറൽസോ അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് ബോഡിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കില്ല എന്നർത്ഥം. അപ്പോൾ പ്ലാന്റ്സിലെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റ് ചില പ്രോസസ്സസ് ആണ്. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പ്ലാന്റ്സിലെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മാസ് ഫ്ലോ സിസ്റ്റം അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ സിസ്റ്റം. സോ ദ വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ പ്ലാന്റ് ബോഡി ബൈ മാസ് ഫ്ലോ ഓർ ബൾക്ക് ഫ്ലോ. അപ്പോൾ എന്താണ് ഈ മാസ് ഫ്ലോ? Mass flow is the movement of substances from one point to another as a result of pressure differences between the two points. അപ്പോൾ പ്ലാന്റ് ബോഡിയുടെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സബ്സ്റ്റൻസസ് മാസായിട്ട് അല്ലെങ്കിൽ ബൾക്കായിട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്താണ്? പ്രഷർ ഡിഫറൻസ് ആണ്. അപ്പൊ ഒരു ഭാഗത്ത് ഹൈ പ്രഷറും മറ്റൊരു ഭാഗത്ത് ലോ പ്രഷറും. അപ്പൊ ഹൈ പ്രഷർ ഉള്ള ഭാഗത്ത് നിന്ന് സബ്സ്റ്റൻസസ് ലോ പ്രഷർ ഉള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബൾക്ക് മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പ്ലാന്റ് ബോഡിയിൽ നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ മാസ് ഫ്ലോ നടക്കുമ്പോൾ സബ്സ്റ്റൻസസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന്റെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. സോ ദ സബ്സ്റ്റൻസസ് ആർ മൂവിങ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ്ലി. ഇനി ഈ ബൾക്ക് ഫ്ലോ നടക്കുന്നത് ഒരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാവാം. അപ്പോൾ നമ്മൾ ഒരു ഗാർഡൻ ഹോസ് ഉപയോഗിച്ച് ചെടി നനയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഹോസിലൂടെ വെള്ളം മൂവ് ചെയ്യുന്നത് അതിന്റെ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നു. ഇതേപോലെ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് വാട്ടറും അതുപോലെ തന്നെ മറ്റ് സബ്സ്റ്റൻസസും മൂവ് ചെയ്യാം. അത് ഒരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ ഒരു നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്താലും സബ്സ്റ്റൻസസ് മൂവ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ആണ് സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാനീയങ്ങളോ കുടിക്കുന്നത്.
അപ്പോൾ അവിടെ ഒരു സക്ഷൻ പ്രഷറാണ് അല്ലെ, ഒരു നെഗറ്റീവ് പ്രഷറിലേക്കാണ് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറോ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യും. സോ ദ ബൾക്ക് ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂ ടു ദ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗ്രേഡിയന്റ് ഓർ നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗ്രേഡിയന്റ്. ഇനി നമുക്ക് ആ പ്ലാന്റ്സ് എങ്ങനെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുകൂടി നോക്കാം. പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന റൂട്ട് സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ റൂട്ട് സിസ്റ്റത്തിലുള്ള റൂട്ട് ഹെയർസ് വഴിയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. വാട്ടർ അബ്സോർബ് ചെയ്യുന്നതോടൊപ്പം മിനറൽ സൊല്യൂട്ട്സും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ അബ്സോർപ്ഷൻ ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. So plants absorb water by diffusion through the root hairs. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ റൂട്ട് ഹെയർസിൽ നിന്ന് എപ്പിഡെർമൽ ലെയറിൽ നിന്ന് പിന്നീട് ഇന്നർ ലെയേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ റൂട്ട് എപ്പിഡെർമിസിന് ഉള്ളിലുള്ള റീജിയൻ ആണ് കോർട്ടിക്കൽ റീജിയൻ, കോർട്ടക്സ് ടിഷ്യൂ. പിന്നീട് എൻഡോഡെർമിസ്, പിന്നെ സ്റ്റീലാർ റീജിയൻ ആണ്. സ്റ്റീലാർ റീജിയനിൽ നമുക്ക് സൈലം, ഫ്ലോയം എന്നീ ടിഷ്യൂസ് കാണാം. അപ്പോൾ റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ കോർട്ടക്സിലെത്തും, കോർട്ടക്സിൽ നിന്ന് എൻഡോഡെർമിസിലെത്തും, എൻഡോഡെർമിസിൽ നിന്ന് സൈലം ടിഷ്യൂസിലേക്ക് എത്തുന്നു. സൈലം ടിഷ്യൂസ് വഴി പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ വാട്ടർ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതായത് റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ഇന്നർ ലെയറിലേക്ക്, അതായത് ഈ സൈലത്തിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ടും രണ്ട് പാത്വേ വഴിയാണ്. ദർ ഈസ് വൺ അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് ദ സെക്കൻഡ് ഈസ് സിംപ്ലാസ്റ്റ് പാത്വേ. ആദ്യമായിട്ട് നമുക്ക് അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്താണെന്ന് നോക്കാം. അപ്പോൾ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ അല്ലെ, റൂട്ടിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കാതെ, റൂട്ട് സെൽസിലെ എപ്പിഡെർമിസിലെയോ അതുപോലെ തന്നെ കോർട്ടക്സിലെയോ സൈറ്റോപ്ലാസത്തിൽ കടക്കാതെ സെൽവാൾ മെറ്റീരിയലിലൂടെയും ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും കടന്നു പോകുന്നു. ഇങ്ങനെ കടന്നുപോയിട്ട് എൻഡോഡെർമിസ് വരെ എത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു പാത്വേ ആണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത്. So the movement of water through the intercellular spaces and the cell wall material without entering the cytoplasm of the cell is called apoplast pathway. അപ്പോൾ സെൽ വാൾ മെറ്റീരിയലിലൂടെ കടന്നു പോകുന്നു, ഇന്റർസെല്ലുലാർ സ്പേസസിലൂടെ കടന്നു പോകുന്നു, സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പാത്വേ ആണ് എന്തെന്ന് പറയുന്നത്? അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന എപ്പിഡെർമൽ സെല്ലാണ്. ഒരു എപ്പിഡെർമിസിനെ കാണിക്കുന്ന ഒരു സെല്ലിനെ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അടുത്ത കോർട്ടക്സ് സെൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെല്ല് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി എൻഡോഡെർമിസ് ലെയർ ആണ്, അതിലെ ഒരു സെല്ല് കാണിച്ചിരിക്കുന്നു. ഇനി പെരിസൈക്കിൾ, അതിനുള്ളിലുള്ള ലെയർ ആണ് പെരിസൈക്കിൾ. അത് കഴിഞ്ഞ സൈലം. അപ്പോൾ എപ്പിഡെർമിസിൽ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ നേരെ സെൽ വാൾ മെറ്റീരിയലിലൂടെ കടന്നു പോകുന്നു. എവിടേക്ക് കടക്കില്ല? സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നില്ല അല്ലേ, ഇതിന്റെ ഉള്ളിലേക്ക്, സെല്ലിനുള്ളിലേക്ക് കടക്കുന്നില്ല. ഈ സെൽ വാൾ മെറ്റീരിയലിലൂടെ കടന്നുപോയിട്ട് പിന്നെ കോർട്ടിക്കൽ സെൽസ് ആണ്. കോർട്ടക്സിൽ കുറെ സെൽസ് ഉണ്ട്. ആ കോർട്ടിക്കൽ സെൽസിന്റെ സെൽ വാൾ മെറ്റീരിയലിലൂടെയും കടന്നു പോകും. അതുപോലെ തന്നെ ആ സെൽസിന് ഇടയിലുള്ള അല്ലേ, സെൽസിന് ഇടയിൽ എന്തുണ്ട്? ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്. ആ ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും എന്ത് കടന്നു പോകും? വാട്ടർ കടന്നു പോകും. ഇങ്ങനെ കോർട്ടക്സിലൂടെ കടന്നു പോയിട്ട് വാട്ടർ ഏതുവരെ എത്തുന്നു? എൻഡോഡെർമിസ് വരെ എത്തുന്നു. ഈ പാത്വേ ആണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ. എന്നാൽ എൻഡോഡെർമിസിൽ എത്തിയാൽ പിന്നീട് എൻഡോഡെർമിസിന്റെ സെൽവാൾ മെറ്റീരിയലിലൂടെ ഈ വാട്ടർ കടന്നു പോകാൻ പറ്റില്ല. പിന്നെ എൻഡോഡെർമിസിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അവിടെ എൻഡോഡെർമിസിൽ എത്തിയാൽ വാട്ടറിന് പിന്നീട് ഈ എൻഡോഡെർമിസ് സെൽസിന്റെ സെൽവാൾ മെറ്റീരിയലിലൂടെ കടന്നു പോകാൻ പറ്റില്ല. സോ അപ്പോപ്ലാസ്റ്റ് പാത്വേ വിൽ സ്റ്റോപ്പ് അറ്റ് എൻഡോഡെർമൽ സെൽസ്. അപ്പോൾ എൻഡോഡെർമൽ സെൽസിൽ വെച്ചിട്ട് എന്ത് പാത്വേ സ്റ്റോപ്പ് ചെയ്യും? എന്ത് പാത്വേ നിൽക്കും? അപ്പോപ്ലാസ്റ്റ് പാത്വേ നിൽക്കും. കാരണം എന്താണ്? In endodermal cells, specialized strips are present and these strips are called Casparian strips. അപ്പോൾ ഈ എൻഡോഡെർമൽ സെൽസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്ത് കാണാം? സ്ട്രിപ്സ് കാണാം. ഈ സ്ട്രിപ്സിനെ പറയുന്ന പേരാണ് കാസ്പേരിയൻ സ്ട്രിപ്സ്. And these Casparian strips are made of suberin.
അപ്പോൾ സ്യൂബറിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ കാസ്പേരിയൻ സ്ട്രിപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. Then this suberin is impervious to water. ഈ സൂബറിൻ എന്താണ്? വാട്ടറിനെ കടത്തിവിടാത്തൊരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് സെൽവാൾ മെറ്റീരിയലില് സൂബറിൻ മെറ്റീരിയലിന്റെ ഒരു സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട് സെൽവാൾ മെറ്റീരിയലിലൂടെ എന്തിനു കടന്നു പോകാൻ പറ്റില്ല? വാട്ടറിന് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ എൻഡോഡെർമൽ സെൽസിൽ വെച്ചിട്ട് എന്ത് പാത്വേ സ്റ്റോപ്പ് ചെയ്യും? അപ്പോപ്ലാസ്റ്റ് പാത്വേ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ കാസ്പേരിയൻ സ്ട്രിപ്സ് എൻഡോഡെർമൽ സെൽസിൽ എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് എൻഡോഡെർമൽ സെൽസ് ആണ്. റൂട്ടിന്റെ ക്രോസ് സെക്ഷൻ കാണിക്കുന്ന എൻഡോഡെർമൽ സെൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ എൻഡോഡെർമൽ സെൽസിന് ഉള്ളിലായിട്ട് പെരിസൈക്കിൾ ഉണ്ട്, പിന്നെ സ്റ്റീലാർ റീജിയൻ ഉണ്ട്, നമുക്ക് സൈലും അതുപോലെ തന്നെ ഫ്ലോയും ഒക്കെ കാണാം. അപ്പോൾ ഈ എൻഡോഡെർമൽ സെൽസിനെ കുറച്ച് സെൽസ് 3 സെൽസ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ എൻഡോഡെർമൽ സെൽസിൽ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? കാസ്പേരിയൻ സ്ട്രിപ്സ് ആണ്. അപ്പോൾ സെല്ലോടെ കട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാവും? ഈ രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു സെല്ലിന്റെ ഇത്രയും ഭാഗങ്ങളുള്ള ഒരു സ്ട്രിപ്പായിട്ട് എന്ത് കാണാം? ഈ കാസ്പേരിയൻ സ്ട്രിപ്പ് കാണാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സൂബറിൻ. അപ്പൊ സൂബറിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാക്കിയ ഇത്തരത്തിലുള്ള കാസ്പേരിയൻ സ്ട്രിപ്സ് ഉള്ളത് കൊണ്ട് വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സെൽ വാൾ മെറ്റീരിയൽ കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ വാട്ടർ ഇതുവരെ എത്തിയാൽ ഇവിടെ വെച്ച എന്താണ്? ഇവിടെ സൂബറിൻ ആണ്. അപ്പൊ സൂബറിൻ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വാട്ടറിനുള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കടന്നു പോകാൻ പറ്റില്ല എന്നർത്ഥം. സോ ദിസ് ഈസ് അബൌട്ട് ദ കാസ്പേരിയൻ സ്ട്രിപ്സ്. So the Casparian strips are present in the endodermal cells of roots. അപ്പോൾ റൂട്ട്സിന്റെ എൻഡോഡെർമൽ സെൽസിൽ സൂബറിൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാസ്പേരിയൻ സ്ട്രിപ്സ് പ്രസന്റ് ആണ്. ഈ കാസ്പേരിയൻ സ്ട്രിപ്സ് എന്തിന്റെ പാത്വേ സ്റ്റോപ്പ് ചെയ്യും? എൻഡോഡെർമൽ സെൽസിൽ വെച്ചിട്ട് അപ്പോപ്ലാസ്റ്റ് പാത്വേ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് എൻഡോഡെർമൽ സെൽസ് കടക്കണമെങ്കിൽ ഏത് പാത്വേ വേണം? സിംപ്ലാസ്റ്റ് പാത്വേ വേണം. അപ്പോൾ എൻഡോഡെർമൽ സെൽസിൽ വെച്ചിട്ട് വാട്ടർ എവിടേക്ക് കടക്കും? സെല്ലിനുള്ളിലേക്ക് കടക്കും, സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കും. അതുവരെ സെൽവാൾ മെറ്റീരിയലിലൂടെയും ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യും? വാട്ടർ വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ദിസ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എൻ ഈസി പാത്വേ. അപ്പോൾ ഈ അപ്പോപ്ലാസ്റ്റ് പാത്വേ വളരെ ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനുമാണ്. വളരെ കൂടുതൽ അളവിൽ വാട്ടറിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും അപ്പോപ്ലാസ്റ്റ് വഴിയാണ്, സിംപ്ലാസ്റ്റ് വഴിയല്ല എന്നർത്ഥം. ദ സെക്കൻഡ് പാത്വേ ഈസ് സിംപ്ലാസ്റ്റ് പാത്വേ. ഇനി രണ്ടാമത്തെ പാത്വേ ആണ് സിംപ്ലാസ്റ്റ് പാത്വേ. അപ്പോൾ നമ്മൾ നേരത്തെ അത് ഒന്ന് സൂചിപ്പിച്ചു. ഇവിടെ വാട്ടർ എവിടേക്ക് കടക്കും? സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കും. അപ്പോൾ റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ സൈറ്റോപ്ലാസത്തിലേക്ക് കടന്ന് അത് അടുത്ത സെൽസിലേക്ക് പോകും. ഇങ്ങനെ അടുത്ത സെൽസിലേക്ക് പോകുമ്പോൾ പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് പ്രധാനമായിട്ടും വാട്ടർ കടന്നു പോവുക. അപ്പൊ സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓപ്പണിങ്സ് ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ സൈറ്റോപ്ലാസം കണക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇത്തരത്തില് സെൽ മെംബ്രെയിൻ കടന്ന് സൈറ്റോപ്ലാസം കടന്ന് പ്ലാസ്മോഡെസ്മാറ്റയിലൂടെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് വാട്ടർ കടന്നു പോകുന്നു. ഈ രീതിയിൽ എപ്പിഡെർമിസിൽ നിന്ന് കോർട്ടിക്കൽ സെൽസിലേക്കും തുടർന്ന് എൻഡോഡെർമൽ സെൽസിലേക്കും എൻഡോഡെർമിസിൽ നിന്ന് പെരിസൈക്കിളിലേക്കും പിന്നീട് സൈലത്തിലേക്കും വാട്ടർ എത്തുന്നു. അപ്പോൾ ഇവിടെ സൈറ്റോപ്ലാസം കടന്നു പോകുന്നുണ്ട്. ഇത് സെൽവാൾ മെറ്റീരിയലിലൂടെയല്ല. സെൽ മെംബ്രെയിൻ കടന്ന് സൈറ്റോപ്ലാസം കടന്ന് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പ്ലാസ്മോഡെസ്മാറ്റ വഴി വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സിംപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത്. So the transportation of water through the cytoplasm and the plasmodesmata of the cells is known as symplastic pathway. അപ്പോൾ സെല്ലിനുള്ളിൽ സെൽ മെംബ്രെയിൻ കടന്ന സൈറ്റോപ്ലാസത്തിലൂടെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പ്ലാസ്മോഡെസ്മാറ്റ വഴി വാട്ടർ കടന്നു പോകുന്നതിനെയാണ് സിംപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത്. ഇനി സിംപ്ലാസ്റ്റ് പാത്വേ വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോപ്ലാസ്റ്റ് പാത്വേ പോലെ ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ല.
കാരണം എന്താണ്? ഇതിന് സൈറ്റോപ്ലാസത്തിൽ എൻറ്റർ ചെയ്തിട്ടാണ് വാട്ടർ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതിന് സമയമെടുക്കും. ഇനി സിംപ്ലാസ്റ്റ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. എന്താണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്? അപ്പോൾ ലിവിങ് സെൽസിലെ സൈറ്റോപ്ലാസത്തിന്റെ മൂവ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് സിംപ്ലാസ്റ്റ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സെൽസിന് ഉള്ളിലൂടെയുള്ള വാട്ടറിന്റെ മൂവ്മെന്റിനൊക്കെ ഈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോപ്ലാസ്റ്റ് പാത്വേയും സിംപ്ലാസ്റ്റ് പാത്വേയും കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് റൂട്ട് ഹെയർ കാണാം, എപ്പിഡെർമിസ് കാണാം, അല്ലെ, കോർട്ടിക്കൽ സെൽസ് കാണാം, എൻഡോഡെർമിസ് കാണാം, പെരിസൈക്കിള, അതുപോലെ തന്നെ സൈലന്റ് ടിഷ്യൂ, അതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് സെൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഹെയർസ് അല്ലെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. ഇത് സെൽവാൾ മെറ്റീരിയലിലൂടെ കടന്നു പോകുന്നു. ഇതെന്താണ്? സെൽവാൾ മെറ്റീരിയലിലൂടെയും ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയാണ് കടന്നു പോകുന്നത്. ദിസ് പാത്വേ ഈസ് അപ്പോപ്ലാസ്റ്റ് പാത്വേ. ഏതുവരെയുള്ളൂ? എൻഡോഡെർമിസിന്റെ കാസ്പേരിയൻ സ്ട്രിപ്സ് വരെ. കാസ്പേരിയൻ സ്ട്രിപ്പ് എത്തിക്കഴിഞ്ഞാൽ, കാസ്പേരിയൻ സ്ട്രിപ്പ് എന്തിനാ പെർമിയബിൾ അല്ല? വാട്ടറിന്റെ ട്രാൻസ്പോർട്ടേഷന് പെർമിയബിൾ അല്ല, അത് കടത്തിവിടില്ല. ദാറ്റ് ഈസ് ഇംപെർവിയസ് ടു വാട്ടർ. അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻഡോഡെർമിസിന്റെ ഉള്ളിലേക്ക് വാട്ടർ കടക്കും, സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കും. അവിടെ എത്തിയാൽ എന്താണ്? സിംപ്ലാസ്റ്റ് പാത്വേ ആണ്. പിന്നീട് എൻഡോഡെർമിസിന്റെ സെല്ല് കടന്നു, അല്ലെ, പിന്നീട് പെരിസൈക്കിൾ സെല്ല് കടന്നു, പിന്നീട് സൈലത്തിലേക്ക് വാട്ടർ എൻറ്റർ ചെയ്യുന്നു. അപ്പോൾ എൻഡോഡെർമൽ സെൽസ് വരെയാണ് ഈ അപ്പോപ്ലാസ്റ്റ് പാത്വേ വരുന്നത്. ദെൻ നെക്സ്റ്റ് ദ സിംപ്ലാസ്റ്റ് പാത്വേ. ഇവിടെ റൂട്ട് ഹെയർ അല്ലെ വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കും, സെല്ലിനുള്ളിലേക്ക് കടന്നു. സെല്ലിനുള്ളിലേക്ക് കടന്നിട്ട് അല്ലെ അടുത്ത കോർട്ടിക്കൽ സെൽസിന് ഉള്ളിലേക്ക് കടക്കും. പിന്നീട് അല്ലെ ഇങ്ങനെ കോർട്ടിക്കൽ സെൽസിന്റെ ഉള്ളിലേക്ക് കടന്ന പിന്നീട് എൻഡോഡെർമൽ സെൽസിലൂടെ പെരിസൈക്കിളിലൂടെ സെല്ലിനുള്ളിൽ കൂടി തന്നെ നേരെ സൈലത്തിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് ദ സിംപ്ലാസ്റ്റ് പാത്വേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് പാത്വേ കാണാം. ഒന്ന് അപ്പോപ്ലാസ്റ്റ് പാത്വേയും രണ്ടാമത്തത് സിംപ്ലാസ്റ്റ് പാത്വേ ആണ്. ഇനി അപ്പോപ്ലാസ്റ്റ് പാത്വേ വഴിയും അതുപോലെ തന്നെ സിംപ്ലാസ്റ്റ് പാത്വേ വഴിയും റൂട്ടിന്റെ സൈലം ടിഷ്യൂസിലെത്തുന്ന വാട്ടർ പിന്നീട് അപ്പോപ്ലാസ്റ്റ് പാത്വേ വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? സൈലം ടിഷ്യൂസിന്റെ സെൽവാളിലൂടെയും അതുപോലെ തന്നെ ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും വാട്ടറിന് വളരെ ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ അപ്പോപ്ലാസ്റ്റ് പാത്വേ വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. ഇനി ചില പ്ലാന്റ്സിന്റെ റൂട്ട് സിസ്റ്റത്തിൽ വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന് ചില അസോസിയേഷൻസ് കാണാം. ഇങ്ങനെ ഉള്ള ഒരു അസോസിയേഷന് എക്സാമ്പിൾ ആണ് മൈക്കോറൈസ. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. മൈക്കോറൈസ ഈസ് ദ അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട്സ്. അപ്പോൾ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ചില ഫംഗസും തമ്മിലുള്ള അസോസിയേഷനെയാണ് എന്ത് പറയുന്നത്? മൈക്കോറൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്കോറൈസ അസോസിയേഷനിൽ ഫംഗസ് വാട്ടറും അതുപോലെ തന്നെ ചില മിനറൽ സബ്സ്റ്റൻസും അബ്സോർബ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതിന് പകരമായിട്ട് പ്ലാന്റ്സ് ഫംഗസിന് ഷുഗേഴ്സും അതുപോലെ തന്നെ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സും കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫംഗസിന് ഉപകാരപ്രദമാണ്, അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസം നമുക്ക് ചില പ്ലാന്റ്സിന്റെ റൂട്ട് സിസ്റ്റത്തിൽ കാണാം. ഇത് വാട്ടറും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ പ്ലാന്റ്സിന് വളരെ ഈസി ആയിട്ട് വളരെ കൂടുതൽ അളവിൽ അബ്സോർബ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ആണ് പൈനസ്. അപ്പൊ പൈനസ് ട്രീയുടെ റൂട്ട് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് കാണാം? മൈക്കോറൈസ കാണാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.